ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി പിൻവലിച്ചു. കേരള സവാരി, റാപ്പിഡോ ആപ്പുകളിലെ ഡ്രൈവർമാരാണ് സമരം അവസാനിപ്പിച്ചത്. യൂബർ, ഓല ആപ്പുകൾ ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരം ഇപ്പോൾ ഭാഗികമായി പിൻവലിച്ചിരിക്കുകയാണ്. 2 പ്ലാറ്റ്ഫോമുകളാണ് സമരം പിൻവലിച്ചിരിക്കുന്നത്. അത് പര്യാപ്തമാണോ നിലവിൽ? നിലവിൽ 2 പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ സമരം പിൻവലിച്ചത് ആളുകൾക്ക് വലിയ തോതിൽ ആശ്വാസം നൽകും. കാരണം റാപ്പിഡോയൊക്കെ ആളുകൾ വലിയ തോതിൽ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. കേരള സവാരി, റാപ്പിഡോ തുടങ്ങിയ 2 പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് നിലവിൽ ഇപ്പോൾ ഭാഗികമായെങ്കിലും സമരം പിൻവലിച്ചിട്ടുള്ളത്. ഈ 2 ആപ്പുകളിലും പ്രവർത്തിക്കുന്ന ഡ്രൈവർമാർ, ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ, അത് ആപ്പുകൾ ഓൺലൈനാക്കി ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ 2 പ്ലാറ്റ്ഫോമുകളിലെ അധികൃതരുമായി അവർ ചർച്ച നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്, പ്രത്യേകിച്ച് യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, അതിലൊരു കൃത്യമായ ഏകീകരണം കൊണ്ടുവരിക, ഒപ്പം കമ്പനി ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ അതൊക്കെ തന്നെ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി ഇത്തരത്തിലുള്ള ഒരു അനിശ്ചിതകാല സമരം ഇവർ ആരംഭിച്ചത്. ഇതിൽ ഊബർ, ഓല തുടങ്ങിയ ആപ്പുകളാണ് നിലവിൽ തങ്ങളുമായി യാതൊരു വിധത്തിലും സമരം നടത്തുന്നതുമായി ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്തത് എന്നാണ് ടാക്സി ഡ്രൈവർമാർ, ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഊബറിന്റെ കൊച്ചി ഓഫീസിൽ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പന്തം കൊളുത്തി പ്രതിഷേധം അടക്കം കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തുകയും ചെയ്തിരുന്നു. അടിയന്തരമായി സർക്കാർ വിഷയങ്ങളിൽ ഇടപെടണം എന്നായിരുന്നു ഇവരുടെ ആവശ്യം. ഏതായാലും നിലവിൽ 2 പ്ലാറ്റ്ഫോമുകൾ ചർച്ചയ്ക്ക് തയ്യാറായി, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് 2 ആപ്പുകളിൽ നിന്നും നിലവിൽ അതിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ആപ്പുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ടാക്സി ഡ്രൈവർമാർ നിലവിൽ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഊബർ, ഓല തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ അവിടെ ഡ്രൈവിംഗ് ജോലി ആ ആപ്പുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഡ്രൈവർമാർ അത് ഇപ്പോഴും സമരം പിൻവലിച്ചിട്ടില്ല. കാരണം അവർ ഒരു തരത്തിലും, ഊബറും ഓലയും ഒരു തരത്തിലും തങ്ങളുമായി സഹകരിക്കുന്നില്ല എന്നാണ് സമരക്കാർ പറയുന്നത്. ഊബർ ഒരുപക്ഷെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഈ പറയുന്ന കമ്പനി പരിഹരിച്ചോ? നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവർ പറയുന്ന 11 ആവശ്യങ്ങളിൽ 7ഓളം ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 11 വിവിധ ആവശ്യങ്ങളായിരുന്നു ഇവർ ഉന്നയിച്ചിരുന്നത്. അതിൽ 7 ആവശ്യങ്ങൾ ഇവർ അംഗീകരിച്ചിട്ടുണ്ട്. റാപ്പിഡോയും കേരള സവാരിയും അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കി ആവശ്യങ്ങൾ കൂടി പരിഗണിക്കാം, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച നടത്താമെന്നൊരു ഉറപ്പ് കൂടി അവർക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിരക്ക് വലിയ തോതിൽ, ഈ ക്യാബ് ലഭ്യത കുറവായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള നിരക്ക് വർധന, ഈ ഓട്ടോ അടക്കം, ഈ ഊബറിന്റെ കാർ ഡ്രൈവർമാർ മാത്രമാണ് നിലവിൽ, ഇന്റർസിറ്റി ഡ്രൈവർമാർ മാത്രമാണ് നിലവിൽ സമരം നടത്തുന്നത്. ഓട്ടോ അടക്കമുള്ളത് ഓടുന്നുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ നോക്കുമ്പോഴും ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഓട്ടോ അടക്കം വലിയ ഇരട്ടി നിരക്ക്. 2 പ്ലാറ്റ്ഫോമുകൾ സമരം അവസാനിപ്പിച്ചതോടുകൂടി ആളുകൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് അത് എത്തിയിരിക്കുന്നു എന്നതാണ്. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.